വർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മളെ കൊപ്പത്താണ് കേട്ടോ. നമ്മളെ പാലക്കാട് ജില്ലയിൽ കൊപ്പത്താണ്. ഹലോ ചെങ്കോളി, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഒന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ബാക്കിൽ കാണുന്ന ഈ ഒരു CNG വണ്ടിനെ കുറിച്ചിട്ട്, ഇത് പിയാജിയോൻ്റെ ആപ്പേന് ഇട്ടു ഇത്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് എൻജിൻ പണി വന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ എത്ര രൂപ വരും, അതേമാതിരിക്കെ തന്നെ നമ്മളെ ബജാജിനെ കുറിച്ചിട്ടും അതേമാതിരിക്കെ തന്നെ ഷോറൂമിൽ എത്ര രൂപയാണ് വരിക, അതേമാതിരി തന്നെ പുറത്ത് ഈ ഒരു വണ്ടി വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ എത്ര വരികയെന്ന് ആ ഒരു വിവരം നിങ്ങളെന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, വീഡിയോസ് സ്കിപ്പ് ചെയ്യേണ്ട കാണണം. അപ്പോൾ അതേമാതിരി തന്നെ ഇഷ്ടപ്പെടുക വെച്ചാൽ ലൈക്ക് അടിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, CNG വണ്ടി ഇഞ്ചൻ പണി വന്നിട്ട് വർക്ക്ഷോപ്പിൽ കയറ്റേണ്ട ആവശ്യം ഉണ്ടായിട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇതിന് മുന്നേ ഇതേ സെയിം കംപ്ലൈൻറ്റ് വന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ ഷോറൂമിലാണ് കൊടുത്തത് കേട്ടോ. ആ ഷോറൂമിൽ കൊടുത്ത സമയത്ത് അന്ന് പിസ്റ്റം കുറച്ച് വീക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിസ്റ്റം വീക്ക് ഉണ്ടായിരുന്നു, അതേമാതിരി തന്നെ റണ്ണിങ്ങിൽ ഒരു സൗണ്ട് വരുന്നുണ്ടായിരുന്നു, ഗിയറൊക്കെ മാറാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നോക്കി നോക്കുമ്പോൾ അവർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഷോറൂമിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 10 ദിവസത്തോളം അവിടെ വണ്ടി ഇടേണ്ടതായിട്ട് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം 37,000 രൂപയാണ് അവരുടെ ബില്ല് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ അതിന് 10,000 രൂപ എന്തോ ക്ലെയിം എന്തോ തരുമെന്നൊക്കെ പറഞ്ഞിട്ട് 27 രൂപ എന്താ കൊടുത്തു വന്ന്. അപ്പോൾ അതിന് ശേഷം ഒരു 4 മാസത്തെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ 4 മാസത്തിന് ശേഷം പിന്നെയും സെയിം കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പുറത്താണ് ഈ ഒരു വണ്ടി പണിയിപ്പിക്കാൻ വേണ്ടി കൊടുത്തത്. അപ്പോൾ എന്തായാലും ഷോറൂമിലല്ല കൊടുത്തത്, പുറത്ത് കൊടുത്തിട്ട് സെയിം നമ്മൾ ഈ ഒരു ഇഞ്ചിനൊക്കെ അഴിച്ച് എല്ലാം ഇതാക്കിയിട്ടോ. അപ്പോൾ നോക്കി നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നീഡിൽ ബെയറിംഗ് ആണ് പോയിരിക്കുന്നത്. നീഡിൽ ബെയറിങ്ങും ബോൾ ബെയറിങ്ങും ആണ് പോയിട്ടുള്ളത്. അതെങ്ങനെയാ വെച്ചാൽ ഈ ഷോറൂമിൽ എങ്ങനെയാ വെച്ചാൽ ഈ ഇഞ്ചിൻ്റെ ഉള്ളിലൊക്കെ ഗമ്മൊന്നും ഇടാൻ പാടില്ല. അപ്പോൾ ഈ ഗമ്മൊക്കെ ഇട്ടിട്ടാണ് ഇത് സെറ്റാക്കിയിരിക്കുന്നത്. ഗമ്മൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെച്ചാൽ പിസ്റ്റനെ ബാധിക്കും. അത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഓയിലിൽ ഈ ഗമ്മൊക്കെ എങ്ങനെയെങ്കിലും ഒരു ചകരം മിക്സ് ആയി കഴിഞ്ഞാൽ വെച്ചാൽ അത് പിസ്റ്റം കയറി പിടിക്കാനൊക്കെ ചാൻസ് തന്നെയാണ് അത്. അപ്പോൾ ആ ഒരു വർക്ക് ചെയ്തപ്പോൾ പുറത്ത് വർക്ക് കഴിഞ്ഞ് 2-3 ദിവസം കൊണ്ട് വർക്കെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി കയ്യിൽ കിട്ടിയിട്ടോ. അപ്പോൾ അതിന് എത്ര രൂപയായതെന്ന് ചോദിച്ചാൽ വെറും നിസ്സാരമായിട്ടുള്ള പൈസ കേട്ടോ ആയത്. അപ്പോൾ എത്ര ചോദിച്ചാൽ ഇഞ്ചിൻ്റെ കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നും വേണ്ടി വന്നിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഗ്യാസ് കിറ്റുകൾ അതേമാതിരിയുള്ള സാധനങ്ങളും നെട്ട് ബോൾട്ടൊക്കെ തന്നെ വേണ്ടി വന്നിരുന്നുള്ളൂ. അന്നും അതന്നെ വന്നത്. പിന്നെ എന്താ വെച്ചാൽ നീഡിൽ ബെയറിങ്, അതെങ്ങനെയാണെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ അൽഫയുടെ നീഡിൽ ബെയറിങ്ങാണ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടോ. അപ്പോൾ എന്തായാലും അത് കുറച്ചും കൂടിയും സ്ട്രോങ് ആണ്. അതേമാതിരി തന്നെ ബോൾ ബെയറിങ്ങും അത് കുറച്ച് ലൈറ്റ് വർക്കെല്ലാം ചെയ്തിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുക ചെയ്ത്. അപ്പോൾ അതേമാതിരിക്കെ തന്നെ ഒരു മറ്റേ ഇഞ്ചിൻ പണീൻ്റെ മറ്റേ നമ്മുടെ ഓയിൽ ഫിൽറ്റർ ഉണ്ടല്ലോ, ഓയിൽ ഫിൽറ്ററിൻ്റെ ആ ത്രെഡൊക്കെ പോയായിരുന്നു. അപ്പോൾ അത് അഴിക്കുമ്പോഴാണ് ത്രെഡ് പോയിരിക്കണത്. അപ്പോൾ ആ ത്രെഡും ഒന്ന് ലൈറ്റ് കൊടുത്തിട്ട് ഒക്കെ ശരിയാക്കിയിട്ടോ. പിച്ചള വെൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തു, അത് സെറ്റായി. അപ്പോൾ സ്പെയർ പാർട്സ് കടയിൽ ആകപ്പാടായ എമൗണ്ട് എത്രയെന്ന് ചോദിച്ചാൽ വെറും 3,800 രൂപയാണ് കേട്ടോ ആയത്. അപ്പോൾ അതേമാതിരി തന്നെ ലൈറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു 1,000 രൂപ കൊടുത്ത്. അത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പിച്ചള വെൽഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു പറഞ്ഞില്ലേ. അതെങ്ങനെയാ വെച്ചാൽ അത് ഷോറൂമുകാരത്ത് വന്ന തെറ്റാണത്. എന്താ വെച്ചാൽ അത് നമ്മുടെ അടുത്ത് ഈ വർക്ക്ഷോപ്പടുത്ത് വന്ന തെറ്റ്. ഇത് അഴിക്കുമ്പോഴാണിത് പിരി പൊട്ടിയിട്ട് പോകുന്നത്. അങ്ങനെ ഈ ഒരു വർക്ക്ഷോപ്പുകാരന് കൊടുത്ത എമൗണ്ട് എത്രയെന്ന് ചോദിച്ചാൽ വെറും 7,000 രൂപയാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് അതിനേക്ക് 6,500 രൂപയാണ് അദ്ദേഹം എൻ്റെ കൈ പറ്റിയത്. അപ്പോൾ ഇത് രണ്ടും വെച്ച് കണക്കൂട്ടി നോക്കുകയാണെന്ന് വെച്ചാൽ മൊത്തത്തിൽ വണ്ടി പണിയിപ്പിക്കാനായത് എനിക്ക് വെറും 10,300 രൂപ. അത് പ്ലസ് ആ ഒരു 1,000 രൂപ ലൈറ്റ് കൊടുത്ത 1,000 രൂപ കൂട്ടിയിട്ട് 11,300 രൂപയാണ് ഈ ഒരു പണിയെടുക്കാൻ വേണ്ടി ആവശ്യം വന്നത്. അപ്പോൾ ഇതേ സെയിം കംപ്ലൈൻ്റ് ആയിട്ട് അതേമാതിരി തന്നെ മറ്റേ ഈ പിയാജിയോൻ്റെ വണ്ടിയുടെ ഉള്ളിലുള്ള ഈ ഇതുണ്ടല്ലോ, പിസ്റ്റം സിലിണ്ടറിൻ്റെ റിങ്സ് ഉണ്ടല്ലോ, അതിന് ചെറിയൊരു പൈസ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് വീക്കാണ്, അതുകൂടി മാറ്റിയായിരുന്നു പറഞ്ഞു. അപ്പോൾ അത് ഇവിടെ സെപ്പറേറ്റ് കിട്ടാനുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റും ആകെ ഒരു 500-600 രൂപേൻ്റെ പൈസ വരുന്നുള്ളൂ. അപ്പോൾ കണക്കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോറൂമിലത്തെ പൈസ ഇതും കൂടിയിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് പൈസയുടെ വ്യത്യാസമാണ് വരുന്നത്. പിന്നെ എങ്ങനെയാ വെച്ചാൽ കേരളത്തിൽ നമ്മളെ ഷോറൂമിൻ്റെ ഈ ഒരു പിയാജിയോൻ്റെ ആപ്പയുടെ സാധനങ്ങൾ കിട്ടാൻ വളരെയധികം ദുർലഭമാണ് കേട്ടോ. കിട്ടാൻ വളരെയധികം ചാൻസ് കുറവാണ്. പക്ഷേ എങ്ങനെയാ വെച്ചാൽ അത് കേരളത്തിൽ പുറത്തൊക്കെ കിട്ടാനുണ്ട്. നമുക്ക് ആവശ്യമാണെന്ന് വെച്ചാൽ പുറത്തുനിന്നൊക്കെ മേടിച്ച് കൊണ്ടുവരികയാണെങ്കിലും ഇത്രയും പൈസ വരില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിക്ക് ഇഞ്ചൻ പണി ആദ്യമായിട്ടും അല്ല വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടി എടുത്തിട്ട് ആകെ ഓടിയിരിക്കണത് 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 3 വർഷം കഴിഞ്ഞു. പക്ഷേ ഈ ഒരു 3 വർഷം ഞാൻ ഈ ഒരു വണ്ടിയായിട്ട് ഈ മറ്റേ സർവീസ് സെൻ്ററായിട്ട് ഇറങ്ങി നടക്കുന്നതന്നെയാണ്. ഓരോ ദിവസവും ഓരോ കംപ്ലൈൻറ്റ്. അപ്പോൾ അതേമാതിരി തന്നെ ഒക്കെ സെറ്റായി. പിന്നെ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഈ ഒരു ബജാജിൻ്റെ ഓട്ടോറിക്ഷ, അപ്പോൾ ഞാൻ പോയ വർക്ക്ഷോപ്പിൽ ബജാജിൻ്റെ സർവീസും കൂടി ഉണ്ട് കേട്ടോ. ബജാജിൻ്റെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത്രയ്ക്കും വരില്ല. അതെങ്ങനെയാ വെച്ചാൽ അതിൻ്റെ A to Z സാധനങ്ങൾ അവിടെ തന്നെ എല്ലാതും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആപ്പട മാതിരിയല്ല, ആപ്പട കിട്ടാനുണ്ട്.
പക്ഷെ അത് കുറച്ച് റിസ്ക്കാണ് കിട്ടാൻ വെച്ചാൽ കുറേ കഴിയുമ്പോഴത്തേനൊക്കെ കിട്ടിക്കൊണ്ട് വരും കേട്ടോ. അപ്പോൾ അതേമാതിരിയൊക്കെ തന്നെ എങ്ങനെയൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളെയൊക്കെ ഒന്ന് അറിയിപ്പിക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ് അല്ലേ. അപ്പോൾ എത്ര ഉറുപ്പിയുടെ വ്യത്യാസമാണ്? 37,000 ഉറുപ്പ്യ അവിടെ നിന്ന് മേടിച്ചു, ഇവിടെ വെറും 11,300 ഉറുപ്പ്യയിൽ നമ്മൾ പണി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു വിവരങ്ങളെന്നെ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മളെ കൊപ്പത്താണ് കേട്ടോ. നമ്മളെ പാലക്കാട് ജില്ലയിൽ കൊപ്പത്താണ് ഈ ഒരു വർക്ക്. അബ്ബാസ് ഖാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ. നമ്മളെ ഈ ഒരു മറ്റേ ഇതിൻ്റെ ആൾ, മറ്റേ വർക്ക്ഷോപ്പ് പണിയെടുത്ത ആളുടെ പേര്. അപ്പോൾ ഇവരുടെയൊക്കെ നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യക്കാർക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തിക്കുക വെച്ചാൽ ഒരുപാട് CNG ആപ്പ് മറ്റേ 300cc വണ്ടിയും കൊണ്ട് ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടും. അതേമാതിരി തന്നെ ഷോറൂമുകാർ പറഞ്ഞത് മൊത്തത്തിൽ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്യാച്ചിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ അന്ന് വർക്ക് ചെയ്ത വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഞാൻ ഇട്ട് നിങ്ങളെന്നെ എത്തിക്കാം. അപ്പോൾ എന്തായാലും തൽക്കാലം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരിക്കും. ഓക്കെ, ബൈ.